ആദ്യമായിട്ട് പറയാനുള്ള വെച്ചാല് നമ്മളിപ്പോ ഈ സംഭവം ആക്സിഡന്റ് സാധാരണ ഒരു കേസായിട്ട് പോകേണ്ട മാധ്യമപ്രവർത്തകരിലും കൂടിയാണ് നമ്മൾ ഈ ഇവിടെ ഇവരെ എത്തിച്ചത്. നിങ്ങളെ സഹായം ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഇന്ന് ഇരിക്കലില്ല. പിന്നെ വെച്ചാല് പിന്നെ അതിന്റെ വെച്ചാൽ മറ്റേ പോലീസ് പിന്നെ ആദ്യ അന്വേഷണം കിട്ടിയില്ല. പിന്നെ ഈ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ടാണ് പിന്നെ ഹൈക്കോടതി കേസായിട്ട് എടുത്തത്. അപ്പൊ അതിനായിട്ട് ഇപ്പൊ പ്രതിയെ പിടിക്കാൻ പറ്റിയത്. അപ്പൊ അതിലൊരുപാട് നന്ദി നിങ്ങളോടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഹൈക്കോടതി കേസായിട്ട് ഹൈക്കോടതിയോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവരാണ് പുതിയ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാക്കി തന്നത്. പിന്നെ വെച്ചാൽ ഇപ്പോ കേസിന്റെ എല്ലാ കേസ് പ്രതിയെ പിടിച്ച് ഇന്നലെയാണ് പ്രതിയെ പിന്നെ പോലീസ് കൊണ്ടുവന്ന ശേഷം വെച്ചാൽ കോടതിയിൽ ഹാജരാക്കിയ നിമിഷങ്ങളിൽ പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയിൽ ഒരു 15 ദിവസത്തെങ്കിലും പ്രതി ജയിലിൽ കിടക്കുന്നൊരു ധാരണ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടെന്ന് അറിയില്ല. അതിന്റെ നിയമവശങ്ങൾ നമുക്ക് കൂടുതൽ അറിയില്ല. എങ്കിലും എല്ലാവരും നമ്മൾ പറയുന്ന എല്ലാവരും പ്രതീക്ഷ കുറച്ച് റിമാൻഡ് കിടക്കൂ എന്നാണ്. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായില്ല. നമ്മളിപ്പോ അമ്മയും അമ്മ മരണപ്പെട്ട് മോളിങ്ങനെ കിടക്കുന്നു. പക്ഷെ നമ്മൾ സമയത്ത് ഇപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ വെച്ചാൽ ഒരു നായോ പൂച്ചയോ ചത്തൊരു വാറ് ഉണ്ടായില്ല എന്നാണ് സംഭവം പറയാൻ. ശരിക്കും ഒരു പൂച്ച ഞാൻ ചത്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി അങ്ങ് നിൽക്കും. അതുവരെ ഇല്ലാതെ അടിച്ചിട്ട് പോയി ആ വണ്ടി പിന്നെ വണ്ടിക്ക് പുതിയ പണികൾ ചെയ്ത് അതിന്റെ തെളിവുകൾ നശിപ്പിച്ച് എന്നിട്ട് പിന്നെ വണ്ടി ഇൻഷൂർ ചെയ്ത് ആ പൈസയും കൊണ്ട് പോകാൻ ഗൾഫിലേക്ക് പോയി അവിടെ സുഖമായി നിന്ന് അവിടെ നിന്ന് കേസിന്റെ പറ്റി പിന്നെ ജാമ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നാട്ടിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒരു സാധാരണഗതിയിൽ ഓനിപ്പോ ഗവൺമെന്റ് ചെലവിൽ കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിന് പൈസ കൊടുക്കാണ്ട് വടകരയെത്തി അവിടെ നിന്ന് ജാമ്യം കിട്ടി വീട്ടിലേക്ക് പോയി. ഒരു സാധാരണക്കാരെ നമുക്ക് പിന്നെ പൈസയുള്ളതൊക്കെ അങ്ങനെ നടക്കും. നമ്മളിലാണെങ്കിൽ ഇപ്പൊ കിടക്കുന്നുണ്ടാവും ചെയ്യും. അപ്പൊ ഞാൻ പറയാ ഇങ്ങനെ ഒരു സംഭവിച്ച് നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു ശത്രുവിനെ നമുക്ക് ഇതേപോലെ പകതെടുക്കാൻ നമുക്കൊരു വണ്ടി അടിച്ച് കൊന്നിട്ട് ഇതുപോലെയൊക്കെ നമ്മളിത് ഇറങ്ങി നടന്നുകൂടെ ആൾക്കാർക്ക്. അങ്ങനെ ഒരു നിയമം വെച്ചാൽ നമ്മള് പറ്റി നമുക്ക് ഇനിയിപ്പോ ഇരുമ്പില് വരാനൊന്നുമില്ല. നമ്മളെ വന്നു കഴിഞ്ഞു ഇപ്പൊ ഇനിയുള്ള റോഡിലിറങ്ങി നടക്കുന്ന പോലെ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്കൊരു ഇങ്ങനെ സംഭവം പറ്റിയാൽ അവർക്കൊരു നീതി കിട്ടണോ, നമ്മളെ കൊണ്ടവർക്കൊരു നീതി കിട്ടണ്ടിട്ടാന്ന് പറയാൻ. എല്ലാവരും വെച്ചാൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാവണം വന്നിട്ട് വാനടിച്ച സാധാരണ എല്ലാ കേസ് പോലെ തന്നെ ഇതും ഉണ്ടാവണം. അല്ലാണ്ട് ഒരു പിന്നെ മനഃപൂർവ്വമില്ലാത്ത നരഹത്യാന്ന് പറഞ്ഞൊരു കേസ് അവർ ചാർജ് ചെയ്തു. എന്ന് വെച്ചാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ട് വരാവുന്ന കേസാവും. അങ്ങനെ ഇനി പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കുന്നേരം മറ്റുള്ള ഇത് കണ്ട് ഈ സംഭവം ഇന്ത്യയിൽ ഇറങ്ങിയത് കണ്ട് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ. ഓർക്കൊരു നാളെ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ആരും നിസ്സാര കേസായിക്കും ഇത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മനഃപൂർവ്വം ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഓർക്ക് ശത്രുള്ള ആളെ വണ്ടി ഇടിച്ച് കൊല്ലാറും. ഒരു കേസായിട്ട് വരുമൊന്നുമില്ലല്ലോ, ജാമ്യം കിട്ടും. അപ്പൊ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാനില്ല. കാരണം വെച്ചാല് നമ്മളെ ഇങ്ങനെ ഒരു ആവർത്തനം ഞാൻ വേറെ ഒരാൾക്ക് ഉണ്ടാകുന്നതാണ് നമുക്ക് ആഗ്രഹം. നമ്മളെ കാര്യങ്ങള് ഇനിയിപ്പോ മോളെ ഹോസ്പിറ്റലിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. കേസുമായിട്ട് നമുക്ക് ഇതിന് മുമ്പേ ഈ കേസുമായിട്ട് പോകണമെന്ന് ആഗ്രഹം വെച്ചാൽ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ വക്കീലുമാരായിട്ട് സംസാരിക്കാൻ നമുക്ക് മോളിങ്ങനെ കിടക്കുന്നത് നമ്മള് കോഴിക്കോട് ഇടക്കിടക്ക് കോഴിക്കോട് ചിലപ്പോൾ സൂര്യണ്ടാകുമ്പോൾ ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ തലശ്ശേരിയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് മോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീടെടുത്തത്. വാടക മാസം 7,000 രൂപയാണ് ഈ വാടക. ഇതെല്ലാം കൂടി നമ്മൾ കൊടുക്കണം. പിന്നെ നമുക്ക് ചെറിയൊരു വീട് 4,000 5,000 വീടുണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു വൃത്തിയും വെടിപ്പുള്ള വീടുമാണ്. ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓണറെല്ലാം കൂടി വലിയ വിഷയം കുറച്ചിട്ട് നമുക്ക് ചെറിയ വിഷയം 7,000 രൂപ തന്നെ. പിന്നെ നമുക്ക് വേണ്ടുന്നത് എല്ലാ സാധനങ്ങളും ഡോക്ടർ പറഞ്ഞു നോക്കെല്ലാം TV അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെല്ലാം വേണമെന്നായി നോക്കൊരു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം സാധനങ്ങളെല്ലാം കയ്യിലുള്ള പൈസയും ഉപയോഗിച്ച് മേടിച്ചതാണ്. നമ്മളിപ്പോൾ ഞാൻ വീട്ടിൽ ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളുമാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ അനിയനും അടിയും. ബാക്കി എൻ്റെ മോനും ഞാൻ മാത്രം മനയൊക്കെ പിന്നെ ഇടക്കിടക്ക് ഞാൻ പോയി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കോടതിയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയില്ല. വക്കീലുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാൻ പിന്നെ വിളിക്കോ അങ്ങനെയുണ്ടെന്ന് പറയാനാണ്ട്. ഇനിയിപ്പോ വെച്ചാൽ നമ്മൾ മോളെ ഇപ്പം ബാംഗ്ലൂർ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാനും ഭാര്യയും കൂടി പിന്നെ എറണാകുളം വെല്ലൂര് ഹോസ്പിറ്റലിലും പോയിട്ട് മോളെ ചികിത്സേന്റെ ഫയലെടുത്ത് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ എറണാകുളം പോയി. അവിടെ കുറേ ഹോസ്പിറ്റലിൽ പോയി. അമൃത ഹോസ്പിറ്റലിൽ 3-5 ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ നിന്നെല്ലാം പൈസ കുറെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പൈസ നോക്കില്ല. നമ്മളിപ്പോൾ ചുരുളിൽ നമ്മുടെ വീട് സ്ഥലം വിറ്റിട്ടാണെങ്കിൽ നമുക്ക് മോളെ എന്തായാലും റെഡിയാക്കി എടുക്കണം. നമ്മളങ്ങനെ തീരുമാനിച്ചത്. നമുക്ക് ഒരു 10 സെന്റ് സ്ഥലം മനേക്കലുണ്ട്. പിന്നെ ചെറിയ സ്ഥലമുണ്ട്. നമ്മൾ ചേരെങ്കിലൊന്ന് വിൽക്കാന്നില്ല നമ്മൾ മുന്നോട്ട് പോകണം. പൈസ വേറെ കിട്ടിയില്ലെങ്കിൽ പിന്നെ വെല്ലൂര് പോയി അപ്പോൾ ഓരോ മാസത്തേക്ക് ഒരു 4 ലക്ഷം റുപ്യ ആവുന്ന പറയാം നമ്മളെ ചികിത്സക്ക്.
ഒരു മാസം 4 ലക്ഷം വെച്ചാൽ ഓളം മാത്രം. ബാക്കിയുള്ള ചിലരെല്ലാം വരുമ്പോൾ എന്തായാലും 5-6 ലക്ഷം റുപ്യ അത് വരും. പിന്നെ ആടെ വേറെ 2-3 ഹോസ്പിറ്റലിൽ കൂടി പോയി. ചില സ്ഥലത്ത് പൈസ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു. പക്ഷെ ആടെ മോളെ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മോളെ കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മോളെ റിക്കവർ ആയിട്ട് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോകാന്നുണ്ട്. പിന്നെ വൈക്കത്തൊരു ഹോസ്പിറ്റലിൽ പോയി, മറ്റേ ഇന്ത്യൻ അമേരിക്ക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ. അവിടെ പറഞ്ഞത് ഒരു 2-3 ലക്ഷം റുപ്യ ഒരു മാസത്തേക്കാവും. പിന്നെ ആഫ്റ്റർ മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൽ അവിടെ 7 ലക്ഷത്തിലാണ് പറയുന്നത്. അവിടെ ഒരു റിക്കവറായി വരുമെന്ന് പറഞ്ഞവർ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വെച്ചാൽ ഇവിടെ സാധാരണ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പേടി വെച്ചാൽ ന്യൂറോന്റെ കൂടി ഉള്ളത് പോകണം. കാരണം വെച്ചാൽ ന്യൂറോന്റെ ഇതില്ല സംഭവം. നമ്മൾ ഏതെങ്കിലും ഫിസിയോന്റെ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്നത് ഫിക്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ അങ്ങോട്ട് മാറ്റി. അതുകൊണ്ടാണ് നമ്മളെ ന്യൂറോന്റെ നല്ല പൈസ നോക്കാതെ നല്ല ഹോസ്പിറ്റലിലുള്ള പഴയ രൂപത്തിൽ മാറ്റിയെടുത്തിട്ടാണ് നമ്മൾ രക്ഷിക്കുന്നത്. വേറെ ഇനിയിപ്പോൾ നമ്മളെ ജീവിത രക്ഷ അതാണ് ഞാൻ അങ്ങോട്ടുള്ളത്. ചെറിയ ചേച്ചിക്ക് 2 പിന്നെ നമ്മളെ അച്ഛൻ മരണപ്പെട്ട് അമ്മയും പോയി. ഞാനും ഇപ്പോൾ ഇവരെ തള്ളായിട്ട് ഞാനും എൻ്റെ അനിയനാണ് ഇവരെ ഇതായിട്ട് നിൽക്കുന്നത്. ബന്ധുക്കളെല്ലാം ദൂരെ ആയതുകൊണ്ട് ചേച്ചി നമുക്ക് ഒറ്റക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒറ്റക്ക് ഒരിക്കലും ഇനി പറഞ്ഞേക്കാൻ പറ്റില്ല. നമ്മളെ കൂടെ തന്നെ നമുക്ക് ഒപ്പരം ഒരു വീട് എത്തിയിട്ട് ഫാമിലി ആയിട്ട് ഒപ്പരം തന്നെ നിൽക്കാം. മോളെ എല്ലാം റെഡിയാകുന്നവരെങ്കിലും റെഡിയായി കഴിഞ്ഞാലും നല്ല തീരുമാനത്തിൽ നിൽക്കുന്നു. എനിക്ക് ബാക്കി ഒരുപാട് സഹായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മോക്കൊരു രക്ഷപ്പെടാൻ പറ്റുന്ന കൂടുതലായിട്ട് എനിക്കൊന്നും പറയില്ല. ഇത് അറിയാൻ ചേച്ചിക്ക് എന്താ പറയുന്നത് പറയാം. പറയാനുള്ള ഞാനും പ്രതീക്ഷിച്ചു എന്റെ മോളോ ഈ കേസ് അയാൾക്കൊരു ശിക്ഷയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു 15 ദിവസത്തെ റിമാൻഡെങ്കിലും. പക്ഷെ ഒരു നായയും പൂച്ച തെറ്റൊരു വില പോലും നിയമം എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ നിയമത്തിനല്ലേ നമ്മൾ ആശ്രയിക്കുക. പക്ഷെ നിയമം ഒരു വാഹന അപകടത്തിന്റെ ഒരു ഇതായിട്ടൊക്കെ ഇപ്പൊ എൻ്റെ ആങ്ങളെ പറഞ്ഞു പോലെ ഇപ്പൊ സാധാരണക്കാരായി ഇപ്പൊ നമുക്ക് പറ്റിയ പോലെ വെറിയാക്കാൻ പറ്റൂ. ഇപ്പൊ ഒരു ഏതൊരാൾക്കൊരു ശത്രുത ഉണ്ടെങ്കിൽ ഇപ്പൊ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ചത്ത് കൊന്നു കഴിഞ്ഞാൽ വാഹന അപകടമല്ലേ, അങ്ങനെയാക്കി കേസൊക്കെ തള്ളിപ്പോ. ഒരു ജീവൻ ഒരു വില എന്ന് പറയുന്നത് ഇപ്പൊ ഈ സമൂഹത്തിലില്ല. നമ്മളെപ്പോലത്തെ ഒരു സ്ഥിതി ഇനി ഒരാൾക്കും വരാൻ പാടില്ല. അതുകൊണ്ട് ഈ നിയമം മാറിയിട്ടൊരു ഒരു പുതിയ നിയമം തന്നെ വരണം. വാഹന അപകടമായാലും അതൊരു ശിക്ഷിക്കുന്ന നടപടി തന്നെ വേണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഗൾഫിലെല്ലാം കാണുന്നില്ലേ വാഹനാപകടത്തിൽ ശിക്ഷ, അതേപോലത്തെ ശിക്ഷ തന്നെ കേരളത്തിലും വരണം. എല്ലാവരും ഇപ്പൊ എത്രയോ വാഹനാപകടത്തിൽ എത്ര ആൾക്കാർ ഇങ്ങനെ ഒരു നിയമവും കിട്ടാണ്ട് ഒരു ശിക്ഷയും കിട്ടാണ്ട് നിൽക്കുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു നീതി എല്ലാവർക്കും കിട്ടണം. അതുകൊണ്ട് ഈ നിയമം മാറിയിട്ട് പിന്നെ വാഹനം അപകടമായാലും അത് ആ ചെയ്യുന്ന അവർക്കുള്ള ശിക്ഷ ഗൾഫ് നാടുകളിലുള്ള പോലെ തന്നെ കേരളത്തിലും വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കുടുംബങ്ങൾ എൻ്റെ മോക്കും എൻ്റെ അമ്മേനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയൊരാൾക്കും ഇങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് അവന് പരമാവധി ശിക്ഷ ഇത്രത്തോളം പോകാൻ കഴിയുന്ന അത്രത്തോളം ശിക്ഷ കിട്ടണം. ഒരു ദിവസമെങ്കിലും അവൻ ജയിലിൽ ഒരു 2 ദിവസം ജയിലിൽ കണ്ടിട്ട് ഇത്ര സങ്കടം ഉണ്ടാവില്ലേ. ഒരു പുഷ്പം പോലെയല്ലേ അവൻ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഓനുള്ള ശിക്ഷ കിട്ടണം തന്നെയാണ് നമുക്ക് പറയാനില്ല. ഞാന് ഇവിടുത്തെ തൊട്ട അയൽവാസിയാണ്. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വന്നന്ന് മുതൽക്ക് ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ എത്തി എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഈ വീടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കൽ സാധാരണയാണ്. പക്ഷെ അത് അറിഞ്ഞും കൊണ്ട് ഈ കക്ഷി അവിടുന്ന് ആ വാഹനം മറ്റൊരു സ്ഥലത്ത് പോയി ഇടിച്ച് അതിന്റെ പൈസയും ഇൻഷുറൻസ് തുകയും ഒക്കെ കൈപ്പറ്റി കൽപ്പിച്ചു കൂട്ടി പോയ ഒരു കക്ഷിയാണ്. ആ കക്ഷിക്ക് നമ്മൾ നിയമാനുസൃതമായിരിക്കുന്ന ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവണം. ഈ കക്ഷി ചെയ്തത് ഏകപക്ഷീയമായിരിക്കുന്ന രീതിയിൽ ഒരു രീതിയാണ്. അയച്ചിലായി പോയതാണ്. അവിടുന്ന് ഗൾഫിൽ പോയി നമ്മളെ ഈ കേരള പോലീസ് അത്രയും പരിശ്രമിച്ചിട്ടാണ്, എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് വാഹനങ്ങൾ പരിശ്രമിച്ചിട്ടാണ് ഈ വാഹനം കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത വാഹനങ്ങൾ നോക്കി പിടിച്ചുകൊണ്ട് അതായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും ചെറിയ തുരുമ്പ് വെച്ചിട്ടാണ് ഈ കക്ഷിനെ പിടിക്കാൻ പറ്റിയെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അപ്പൊ അത് വെച്ച് നോക്കുന്നേരം നമുക്ക് ഈ കക്ഷി ചെയ്തത് ഏറ്റവും മാരകമായിരിക്കുന്ന ഒരു രീതിയിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ കുട്ടീനെ സംബന്ധിച്ച് ആ അമ്മമ്മ ആ സ്പോട്ടിൽ മരിച്ച് ഈ കുട്ടിയാണേൽ 1 കൊല്ലം, എനിക്ക് തോന്നുന്നു ഇന്നത്തേക്ക് ഫെബ്രുവരി 17, ഇന്ന് ഫെബ്രുവരി 12, 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഒറ്റ കൊല്ലം തയ്യാൻ പോവുകയാണ്.
അപ്പൊ ആ ഒരു കൊല്ലായിട്ട് ഈ കുട്ടീന്റെ കോമാവസ്ഥ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടി എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടെന്നുള്ളതാണ്. ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അങ്ങനത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവര് നമ്മളെ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് ഒരു 3.5-4 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് നമുക്കിവിടെ ഒരു വീട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വല്ല എത്തിപ്പെടുന്നത്. മെഡിക്കൽ കോളേജായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ഈ ചികിത്സ പൂർണ്ണാവുന്നുള്ള രീതിയിലാണ്. അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ പല ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞോളം ഉള്ള സ്വത്തായാലും മുതലായാലും വിറ്റുകൊണ്ട് നമുക്ക് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളതാണ് നമ്മളെ അടുത്തുള്ള അയൽവാസികളായിരിക്കുന്ന ആളുകളും ഒക്കെ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിക്കനുസരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കുട്ടീന്റെ സുഖം പ്രാപിച്ച് നമ്മൾ നല്ലൊരു അവസ്ഥയിൽ വരട്ടെ. ഈ കുട്ടീന്റെ ചെറിയ അനിയത്തിക്കുട്ടിയുണ്ട്. ഇവിടെ ഈ സ്കൂൾ ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് ഒരു 150 മീറ്ററേ ഉള്ളൂ. ഇവിടെ അടുത്ത് കൊളായി ALP സ്കൂളിൽ അവിടെയാണ് താൽക്കാലികമായിട്ട് ചേർത്തിയത്. അങ്ങനെ വെച്ചും കഴിഞ്ഞ് ആ കുട്ടീന്റെ പഠിപ്പ് ഇവിടുന്ന് തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ ആ പ്രകാരം നമുക്ക് ഏറ്റവും നിങ്ങളോട് പറയാനുള്ളത് ഈ കക്ഷിക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ഈ ചങ്ങായി മെഞ്ഞാന്ന് കോയമ്പത്തൂര് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി അവിടുന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഈ കക്ഷീനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു തന്നെ നമുക്ക് എന്തോ ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു കക്ഷീനെ അറസ്റ്റ് ചെയ്തല്ലോ. ഒരു ഏറ്റവും ചുരുങ്ങിയത് 2-3 മാസം ജയിലിൽ കിടക്കേണ്ട ഒരു കക്ഷി എന്നിട്ടാണ് ജാമ്യം കൊടുക്കല്. എന്തോ പുഷ്പം പോലെ ഈ കക്ഷി ഏത് ചെലവിലാണ് ആരെതിലാണ് അറിയില്ല. ഇന്നത്തെ പത്രത്തിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നുള്ള ഒരു വാർത്തയും കൂടി ആവുന്ന നേരം നമ്മളൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഒരു കക്ഷീനെ ഒരു കാരണവശാലും നമുക്ക് പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ആ കക്ഷിക്ക് വേണ്ട ശിക്ഷ പരമാവധി വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വക്കീല് വടകര ഫൗസിയ. അവരിപ്പോ ഇൻഷുറിന്റെ മാത്രമേ ശരിയാക്കുന്നുള്ളൂ. അത് അന്നേരം അവർ ചെയ്യുന്നുണ്ട്. ഈ ഹൈക്കോടതിയിൽ നിന്ന് എല്ലാ വക്കീലാണ്. ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് കൊടുത്തില്ല. കണ്ടിട്ട് നമ്മള് കുറ്റപത്രത്തിന്റെ ഇതെല്ലാം ശരിയാക്കി വെച്ചു. അത് നമ്മൾ അന്വേഷിച്ചു. പക്ഷെ അതിനെപ്പറ്റി നമ്മളോട് ആരും ഇതുവരെ നമുക്ക് എന്താ ചെയ്യേണ്ടത് ചാനലിനെ അറിയില്ല. വിളിച്ച് എന്താ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചാനൽ ന്യൂസ് കൊടുത്തിന് അയാളെ നാട്ടിലെത്തിയില്ല എന്നെല്ലാം പറഞ്ഞു. ഇല്ല. ഒന്നെന്താന്ന് പറഞ്ഞാൽ ഇവര് ഈ ആക്സിഡന്റ് കേസായിട്ട് കുറെ കാലം മെഡിക്കൽ കോളേജ് ഇതുമായിട്ട് കഴിഞ്ഞു. ആ കഴിഞ്ഞാൽ ഈ കുട്ടീനെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിത്രം മാത്രമേ വില മുന്നിലുള്ളൂ. അതുകൊണ്ട് ഇതാ ഒരു കേസായിട്ട് മുന്നോട്ട് പോകാനോ ഒന്നും ഇവരെ സംബന്ധിച്ച് ആ ടൈമിൽ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് അവർ ആ നിലയ്ക്ക് പോകാൻ. ഇനി അതായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഉള്ള വക്കീലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടനടി ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ തന്നെ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മളൊരു വർഷമായില്ലേ ഇപ്പൊ മെഡിക്കൽ കോളേജ് ഈ കേസിന്റെ ഫസ്റ്റ് ടൈമിന് വടകര ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായിട്ട് പോകുന്നതാണ്. അപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നേരം തിരിച്ച് ഞാൻ വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് അന്വേഷിച്ചു. അപ്പൊ അന്നേരം ഫസ്റ്റ് ടൈമിൽ അപ്പോൾ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ കുറെ ഡീറ്റെയിൽ കുറെ നേരം വിളിച്ച് വർത്തമാനം പറയും. ഇങ്ങനെ പിന്നെ ഓരോ കാണിക്കും ഇങ്ങനെ കാർ ടാക്സി മറ്റേ ഷോറൂമുകളിൽ അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. അതിന്റെ ഞാൻ ഇങ്ങനെ പോയി ഇടക്കിടക്ക് പോകും. അപ്പൊ ഇവര് തന്നെ പക്ഷെ ഒന്നും മുമ്പ് കിട്ടില്ല. അതിനുശേഷം നമ്മൾ മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ്. പിന്നെ ഹൈക്കോടതി ഏറ്റെടുത്തിട്ടാണ് പിന്നെ പുതിയ സാറുമാരാണ് വെന്നി സാർ അടക്കമുള്ള ആള് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ വെന്നി സാറെന്ന് വെച്ചാൽ എനിക്ക് വെന്നി സാറെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഞാൻ പാനൂരാണ് നമ്മളെ വീട്. അപ്പൊ പാനൂര് ഒരു കൊല്ലത്തോളം വെന്നി സാർ അവിടെ SI ആയിരുന്നു. അപ്പൊ അങ്ങനെ വെന്നി സാറായിട്ട് അങ്ങനെ വെന്നി സാറെ കണ്ട ആൾക്കാർ അറിയാം. വെന്നി സാർ നല്ലൊരു വ്യക്തിയാണല്ലോ അയാൾ. അയാൾ വന്നേരം എനിക്ക് എന്താ ഞാൻ പറഞ്ഞു എന്തായാലും വെന്നി സാറിനെ നമ്മുടെ വണ്ടി എന്തായാലും പിടിക്കും. അപ്പൊ ഒരു വെന്നി സാർ എന്നെ വിളിച്ച് ഹോസ്പിറ്റലിൽ വന്ന് മോളെ കാണുകയും ചെയ്ത്. അപ്പൊ അങ്ങനെ വണ്ടി കിട്ടിയ ഒരുപാട് സന്തോഷം. വെന്നി സാർ പോയി കാണുകയും ചെയ്തു. ചില അവരോട് ഒരുപാട് നന്ദി. കിട്ടൂലെന്ന് വിചാരിച്ചൊരു വണ്ടി അവര് അത്ര ഇതായിട്ടാണ് കണ്ടെത്തി തന്നത്. അതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ക്രിമിനൽ കേസ് നമ്മളിപ്പോ നമ്മൾ പോകുന്നേരം നമ്മൾ അറിയുന്ന നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമ്മളിത് ആദ്യമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളിങ്ങനെ ഒരു സംഭവം നമ്മൾ ചോദിച്ച് പിന്നെ ആരും ഇതിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ ഞാൻ നമുക്കൊരു കേസ് നാദാവൻ സ്റ്റേഷനിൽ കൊടുത്തു. നാദാവരിൽ അവിടെ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തതെന്ന് ചോദിച്ചു.
അല്ല ഞാൻ നമ്മളെ നാട്ടിലെ പോറ് പറഞ്ഞ എന്നോട് പറഞ്ഞ അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, ഞാൻ അന്വേഷിച്ച് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ല. ഇല്ല, അന്വേഷിച്ചാലും പറഞ്ഞു ഇതിപ്പം കേസ് ഹൈക്കോടതിയിലുണ്ടല്ലോ, അതിന്റെ ഇതിലങ്ങ് നടന്നോളൂ എന്നാ പറഞ്ഞത്. ഈ കേസും ഉണ്ടല്ലോ, ക്രിമിനൽ കേസും ഉണ്ടല്ലോ. സർക്കാർ എന്ന് വെച്ചാൽ നമുക്കൊരു 2 ലക്ഷം റുപ്യ മറ്റേ ഇത് അമ്മക്ക് 2 ലക്ഷം, മോക്ക് 50,000 കിട്ടിയില്ലേ, അത് കിട്ടാതെ അതിന്റെ അത് കേന്ദ്രത്തിന്റെ ചികിത്സയില്ല. ചികിത്സയായിട്ട് ഒരു സഹായം സർക്കാരിന് സഹായിക്കാന്നെല്ലാം പറഞ്ഞു, മോളെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തരാം, സഹായങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ നമ്മള് കോഴിക്കോട് നിന്ന് മാറണ്ടിട്ട് മറ്റേ മെഡിക്കൽ ടീമിനെല്ലാം അയച്ചു പോയിട്ട് പോറ് നമ്മള് തിരുവനന്തപുരം മറ്റേ ശ്രീജിത്തനിൽ കൊണ്ടുപോകാന്നുള്ള നമ്മള് മെഡിക്കൽ ടീമെല്ലാം വന്ന് നോക്കിയിട്ട് പറഞ്ഞ് വേണ്ട ഇവിടെ തന്നെ നല്ലത് നോറ്റാ പിന്നെ നമ്മൾ അവിടെ തന്നെ. പിന്നെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് നാട്ടിലേക്ക് വേറെ കൊണ്ടുപോകേണ്ടതില്ല. പെട്ടെന്ന് ഓളെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിർത്തിച്ചിട്ടാണ് ഓൾ ഇങ്ങനെ ഇതാ. അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ള ആൾ കുറേ ആളെ ഡിസ്ചാർജ് ആക്കിയിട്ട് ന്യൂറോ തന്നെ ഡിസ്ചാർജ് ആക്കിയിട്ട് പോയിട്ട് പിന്നെ മരണപ്പെട്ട ആൾക്കാരുണ്ട് തലേന്നൂറ്. അപ്പോൾ നമ്മൾ അതില്ലാണ്ട് ഓളെ മോളാടെ നിർത്തിച്ച് ആരെങ്കിലും ഒരു ഡിസ്ചാർജ് ആക്കണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിളിച്ചെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൊല്ലം നമ്മളവിടെ ഇപ്പോൾ ഒരു 10 മാസത്തോളം നമ്മൾ മെഡിക്കൽ കോളേജിൽ തന്നെ സ്ഥിരമായിട്ട് നിർത്തി. പിന്നെ അതിലെടുക്കാൻ ഇപ്പോൾ ഡിസ്ചാർജ് ആയി. പിന്നെ കുറേ അത് നിന്നുകൊണ്ടാണ് ഞാൻ കുറേ മാറ്റം വന്നു. പിന്നെ നമ്മള് ന്യൂറോ സർക്കാർ തലത്തിൽ നമ്മളിപ്പോ സർക്കാരോട് ഉണ്ട് നമ്മളായിട്ട് എങ്ങനെയാ അതിന്റെ പോണ്ടെന്നുള്ളതിൽ നമ്മൾ സർക്കാരിന്റെ സഹായം എങ്ങനെയാ കിട്ടണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. പിന്നെ ബാക്കി നമ്മള് ഇപ്പൊ എന്തായാലും നമ്മള് സർക്കാരിന്റെ സഹായം കിട്ടിയില്ലെങ്കിലും നമുക്ക് നമ്മള് മോളെ ചഴക്കാം, നമ്മളെന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റും. നമ്മളിപ്പോ വെല്ലൂര് ഞാനും മാവനും കൂടെ പോയി. വെല്ലൂർ പോയി ഇപ്പോ നമുക്ക് അപ്പം അയച്ച് നമ്മളെ ഡീറ്റെയിൽസ് കൊടുത്ത് അവിടെ ഡോക്ടർ അയച്ചപ്പോ ഒരാഴ്ച ചികിത്സേന്റെ ചെലവ് കാര്യങ്ങളെല്ലാം ഓർ നമുക്ക് തന്ന അപ്പോയിലാണ്. നമ്മൾ തിരിച്ചു വരുന്ന നമ്മളിവിടെ സുഹൃത്തിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു വണ്ടി, അവന്റെ ഒരു റിലേറ്റീവ് ആണ് അവിടെ ഒരു മെയിൻ ഡോക്ടർ. അപ്പൊ അവര് ഓനെല്ലാം അയച്ചു കൊടുത്തരും. ഓർ പറഞ്ഞു ഇപ്പൊ നമുക്ക് ചൊവ്വാഴ്ച അടുത്തേക്ക് അയാള് മോളെല്ലാം ഇതെടുത്ത് ചെല്ലാൻ പറഞ്ഞു. ആ കുട്ടീനെ കൊണ്ടുവരണ്ട മോള് ഇപ്പോൾ വീഡിയോ കാര്യങ്ങൾ എടുത്തിട്ട് അടുത്ത മെയിൻ ഡോക്ടറാണ്, ന്യൂറോന്റെ മെയിൻ സ്പെഷ്യൽ ഡോക്ടറാണ്. അപ്പോൾ ഓർ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ചൊവ്വാഴ്ചയാണ് തന്നെ നമുക്ക്. അപ്പൊ ചൊവ്വാഴ്ച അവിടത്തേക്ക് പോകണം. അപ്പോൾ അവിടെ ഇപ്പോൾ അവരുടെ ആ പാപ്പയും വടകരയാണ് അയാളെ ഈ ഡോക്ടർ. അപ്പോൾ അവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രദേശം അവിടെ പൈസേനെ ഞാൻ പൈസേന്റെ നമുക്ക് ഒരു പറഞ്ഞു അതിൽ നമുക്ക് നോക്കിയിട്ട് റെഡിയാക്കാം, നിങ്ങൾ ഈ റിപ്പോർട്ടും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ ആകുമ്പോൾ ഒരു മാസത്തേക്ക് 4 ലക്ഷത്തിനാണ് പറഞ്ഞു. 4 ലക്ഷത്തിന്റെ അല്ല, പക്ഷെ എങ്കിൽ നമുക്ക് പിന്നെ ഒരു മാസം മാത്രമല്ല നമ്മളെ ചികിത്സ വേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോ ഒരു 2 മാസത്തേക്ക് നമ്മളുടെ കയ്യിലെ പൈസ തേച്ചു കൊടുത്താൽ പിന്നെ നമ്മള് എന്താ ചെയ്യണം. അപ്പൊ നമ്മള് വെച്ചിട്ട് പറഞ്ഞു നമുക്ക് പേടിക്കണ്ട, നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലമില്ലേ, നമ്മള് പറയേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് കൊടുക്കാം, നമുക്കൊരു സ്ഥലം മതി, നമുക്ക് എവിടെയെങ്കിലും താമസിക്കാം. അത് വിറ്റിട്ടെങ്കിൽ നമുക്ക് മോളെ റെഡിയാക്കി എടുക്കണം, അത്രയും നമുക്ക് ഉണ്ട്. തന്നെ നമ്മള് സഹായം ഉണ്ടെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഒരുപാട് നന്ദി. നമ്മളെ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇത്തോതിലെത്തി നമ്മള് കയ്യിലുണ്ട്. നമ്മള് ആരും സാഹചര്യം നമ്മള് പണ്ടേ നമ്മളിത് ഇല്ലാണ്ടാവും, അത്രയും ചെറിയ ഇതുണ്ട്. അപ്പൊ ഈ വാർത്തയെ ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളൊരിക്കലും നമുക്ക് എന്തെങ്കിലും ന്യായപ്പോചിച്ചിട്ടുണ്ട് നമുക്കൊരു നല്ലൊരു പൈസ നമുക്ക് സഹായിച്ചാക്കൽ എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത്. ഇൻഷുറിന്റെ പൈസ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഓർക്കുന്ന തിരിച്ചു കൊടുക്കും. വേറൊരു ഉപകാരമായിരിക്കും ഇതേപോലെ പറ്റിയിട്ട് കൊടുക്കാലോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കൊരു പൈസ ഫസ്റ്റ് 4 ലക്ഷം റുപ്യ നാട്ടിൽ നിന്ന് തിരിച്ചാണ്. അപ്പോൾ എല്ലാവരും കൂടി അപ്പോൾ അതേപോലെ നാട്ടിൽ ഇതേപോലെ ഒരു കുട്ടി വലിയൊരു ഇങ്ങനെ 1.5 കോടിന്റെ ഒരു ചികിത്സയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ലക്ഷന്റെ നമുക്ക് കൊടുക്കാം. അതാ ഓർക്ക് 4 ലക്ഷം നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും മുമ്പിൽ കൈ നീട്ടണ്ടല്ലോ. അങ്ങനെ നമുക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ മോള് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. ഇതാ നമ്മള് മാസത്തോളം ഈ 1-2 അമ്മ വെച്ചെടുക്കുന്ന മോളെയും കൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് മാറുക, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മാറുക. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ കേസിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം വെച്ചാല് 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ചാനലുകാരാ നമുക്ക് ഇതിനകത്ത് ഇടേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ ചാനലിൽ ഈ ന്യൂസ് കൊടുത്ത് ഈ 3 മാസം കാലത്തോളം ഇയാൾ ശരിക്കും വട്ടം കറക്കിയതല്ലേ. ഇയാളെ കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ട് അത് കഴിഞ്ഞ് ഇയാളെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അത്രയെന്ന് പറയേണ്ടത് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സംഭവമാണിത്. ഏതൊരാളോടും പ്രശാന്തന്റെ കാര്യം ചോദിച്ചാൽ അറിയാൻ പറ്റും, അത്രയും ഒരു ഇതായ കേസാണിത്. അങ്ങനെ അയാള് ഇപ്പം നാട്ടിലെത്തിയിട്ട് ഇതേപോലെ ഇയാള് നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് ഭയങ്കര ഇതായിട്ട് നാട്ടിലെത്തിച്ച് തലേന്ന് ഇയാളെ കോടതി ജയിലിൽ ഇതാക്കി പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കി പിറ്റേന്ന് തന്നെ ഒരു ജാമ്യം കിട്ടുക എന്ന് പറയുമ്പോൾ
അതൊരു അതിശയമാണ്. ആ ഒരു കേസ് നിങ്ങൾ ഇത്രയും ഇതാക്കിയതിന് ഒരു വിലയില്ലാണ്ടായി പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ മോളിങ്ങനെ കിടക്കുന്ന ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആയുസിന്റെ ഒരു കാഭാഗം തന്നെ അവിടെ തീർന്ന്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്ന് പറയുന്നത് ഒരു മാസം തന്നെ കിടക്കുമ്പോൾ നമ്മളുള്ള ബുദ്ധിമുട്ടില്ല, അതൊരു കൊല്ലത്തെ അവസ്ഥ അനുഭവിച്ച് നമുക്കേ മനസ്സിലാവും. ഓന്റെ കുടുംബത്തിലായിരിക്കും ഇതേ അവസ്ഥ വരണം. എന്നാൽ ഓന് കോടതിയിൽ വരെ വരുമ്പോൾ ഓനൊരു കുറ്റബോധം ഇല്ലാന്ന് പറയുന്നത്. അയൊരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു പിശാച് എന്നായിട്ട് പറയണം. അത്രയും ഒരു മനസാക്ഷി ഇല്ലാതെ ഒരുത്തനാണ്. അപ്പൊ അവന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നിയമത്തിന് എന്ത് വ്യവസ്ഥയാണ് ഉള്ളത്? ഇതേപോലെ ആരെയും ചെയ്തിട്ട് ഇതേപോലെ ഈസി ആയിട്ട് പോയിക്കൂടെ? നമ്മളെ അനുഭവം ഇനി വേറെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അവനോട് നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വൈരവുമില്ല. പക്ഷെ വണ്ടി അടിച്ച് ആ സ്പോട്ടിൽ സാധാരണ വണ്ടി അടിച്ച് കഴിഞ്ഞാൽ ചില പേടിച്ചിട്ട് അതിൽ ആളുകളെ അടിക്കും എന്നുള്ള പേടിയുണ്ടല്ലോ ചുറ്റു വരുന്ന. അപ്പൊ അന്നേരം പോയിട്ട് മുങ്ങി കോടിക്ക് പോയിട്ട് പിറ്റേന്നോ എല്ലാം സ്റ്റേഷനിൽ ഹാജരാവുകയല്ലേ ചെയ്യാറ്. ഇവനത് ചെയ്തില്ല. പക്ഷെ ഇവൻ ഇത് എല്ലാം മറച്ചു വെച്ച് വണ്ടി റിപ്പയർ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവനോട് ഒരിക്കലും ഈ മനസ്സിലൊരിക്കലും പക പോലും. കാരണം വെച്ചാൽ നമ്മളെ അമ്മ കഷ്ടപ്പെട്ട് ഒരാളെ സ്പോട്ടിൽ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നമുക്ക് ഇത്രയും മുന്നോട്ടൊരു ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഓനെ കൊണ്ടുണ്ടായി. ആ നഷ്ടങ്ങൾ വെച്ചാൽ വേറെ ഒന്നുമില്ല, സാധാരണ നടക്കുന്നത് നമ്മൾ അറിയും. പക്ഷെ ഇത് കരുതിക്കൂട്ടി ചെയ്ത പോലെ നമുക്ക് തോന്നുന്നു. നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു വിലയില്ലാത്തൊരു പൂച്ചനെ നായി തട്ടിയിട്ടിട്ട് പോയ പോലെയാണ്. അങ്ങനെ എത്ര ആൾ പോകുന്നില്ലേ പോയാ. അങ്ങനെ ഒരു മനോപോലുണ്ടെങ്കിൽ അതിനുള്ളൊരു ശിക്ഷ അവന് കിട്ടണം. അതേ നമുക്ക് പറയുന്നത്. മനഃപൂർവ്വം ചെയ്തുകൊണ്ടല്ലേ അവൻ രക്ഷപ്പെടുത്താണ്ട് പോയത്. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതായത് മനഃപൂർവ്വം അല്ലെങ്കിലും അവൻ രക്ഷപ്പെടുത്തല്ല. പിന്നെ അവന്റെ ഭാര്യ കൂടെ ഉണ്ടെന്ന് പറയുന്നത്, ഭാര്യ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത്. അവന്റെ ഭാര്യ ഏതൊരു ഹോസ്പിറ്റൽ നേഴ്സാണ്. അപ്പൊ എത്ര രോഗികൾ ഓള് ചികിത്സിക്കുന്നുണ്ടാവും. ആ സമയത്തെങ്കിലും ഈ കുട്ടീന്റെ മുമ്പോളം മനസ്സിലായിരുന്നില്ലേ ഓള് എന്തിനാ ഈ ജോലിക്കോള് പോകുന്നത്? ഭാര്യയും കൂട്ടു നിന്നില്ലേ? എല്ലാം ഒന്നുമില്ല. ഇപ്പൊ അവനൊരു എത്ര ഈസി ആയിട്ട് സാധാരണ എന്തോ ചെറിയൊരു കാര്യം ചെയ്ത പോലെ ഈസി ആയിട്ട് അവൻ പുറത്തിറങ്ങി നടക്കുന്നു. പിന്നെ എന്തിനാ ഇത്ര ഇതെല്ലാം കാലം നല്ല ഗൾഫിൽ തന്നെ നിൽക്കുന്നില്ലേ? അവൻ എന്തിനാ ഇവിടെ കൊണ്ടത്? അവന്റെ ഭാര്യ അവന്റെ 2 മക്കളും ആ കാറിലുണ്ട് എന്നാ കേട്ടെ. ഇതേ രീതിയിൽ ഇതിനെക്കാട്ടിൽ ചെറു പ്രായമുള്ള 2 മക്കള് അവന്റെ ഭാര്യ ആ കാറിലുണ്ട്. അപ്പൊ ആ സ്വന്തം കുഞ്ഞുങ്ങളോടുള്ള ഒരിതുപോലും അവൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും ഖേദകരമായിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഈ വീട് നിൽക്കുന്നത് കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽപ്പെട്ടതാണ്. ഇവിടുത്തെ MLA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സർക്കാരിന് എന്തെങ്കിലും ഒരു ധനസഹായം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. MLAക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് ആ രീതിക്കനുസരിച്ചിട്ട് എന്തെങ്കിലും ഗവൺമെന്റിന് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന രീതിയിൽ ഈ ചികിത്സയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ധനസഹായം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത്. വിട്ടിയേറെയും MLAന്റെ നേതൃത്വത്തിൽ ഒരു അപേക്ഷ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്.